സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ജി ടി ഗെയിമർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജി ടി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് MSN റോൾ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഉള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ വെറുതെ സർവർ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം മിസ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും വന്നിരിക്കുന്നത് നമ്മുടെ സെർവറിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് മേജർ അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട് ഇടുന്ന സ്ഥലത്തിൽ വീട് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഫുൾ ഫ്ലാറ്റാക്കി വെച്ചിട്ടുണ്ട്. പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് നോട്ട് ക്രാഫ്റ്റാണ് ഫുൾ ഫ്ലാറ്റാക്കിയത്. ഞാൻ വീട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ തുടങ്ങാൻ പോവുകയാണ്. ചെറുതായിട്ടൊന്ന് ഫൗണ്ടേഷൻ ഞാൻ കെട്ടി വെച്ചിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വാർക്കുമ്പോൾ നിങ്ങളെ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ശൽക്കർ ഫുള്ള് TNT ഇരിപ്പുണ്ട് ഗൈസ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും നമ്മുടെ വീട് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അണ്ണാക്കിയിട്ട് പൊട്ടിക്കാനാണ്. അപ്പോൾ നമുക്കത് ഇൻവെൻട്രിയുടെ അകത്തോട്ട് എടുത്ത് വെച്ചേക്ക് ഇനി ആരെങ്കിലും വന്നാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി ഈ വീഡിയോയിൽ യൂസ് കാണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെർവറിൽ വേണ്ടിയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് ഞാൻ 4 ദിവസം കണ്ടായി സെർവറിൽ കയറിയിട്ട്. ഞാൻ നാട്ടിൽ പോയേക്കുമായിരുന്നു ഈ സംഭവം. എൻ്റെ നാട്ടിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയേക്കുമായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടോ? ഓക്കെ, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ പൊട്ടിക്കുന്ന ആരൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വലിയ മോഷണം നടന്നത്. നമ്മുടെ ലീഫ് മാസ്റ്റർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഡ്രഗ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയി ഗീസ്. വാട്ട് ക്യാൻ വി ഡു ഗീസ്? നമ്മൾ ഒരു ഹോണ്ട സിവിക്കിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീഫ് മാസ്റ്റർ, അതായത് മാസ്റ്റർ ബ്രോ, അത് എടുത്തുകൊണ്ട് പോയി. നമുക്കിനി മാസ്റ്ററിൻ്റെ വീട് ഒന്ന് റെയ്ഡ് ചെയ്യണം ഗീസ്. അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെർവറിലെ പുതിയ മെമ്പർ വന്നായിരുന്നു. പക്ഷേ നിങ്ങൾ അറിഞ്ഞോന്ന് അറിയണേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോന്ന് ഓർമ്മയില്ല. സെർവറിൽ പുതിയ മെമ്പർ വന്നു. ക്ലൗൺ പ്ലേസ് എന്നാണ് പേര്. ക്ലൗൺ ആണ്. അപ്പോൾ അവൻ ജംബോ സർക്കസിൽ ക്ലൗൺ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൻ നമ്മുടെ സെർവറിലോട്ട്, നമ്മുടെ സിറ്റിയിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ വന്നിട്ടുണ്ട്. വീട് പണിഞ്ഞിട്ടുണ്ട്. അവൻ വേറെന്തോ സംഭവങ്ങളൊക്കെ പണിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്താ നമുക്ക് അവൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം. ചെറിയ ചുമയുണ്ട്. അത് എൻ്റെ ഇതാണ്. അപ്പോൾ ജുഗിൽ എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈ വഴിയൊക്കെ നോട്ട് ക്രാഫ്റ്റാണ് നേരെയാക്കിയത്. ജുഗിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലൗണിൻ്റെ വീട്. അവൻ്റെ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ലൗണിൻ്റെ വീടിനകത്തോട്ട് കയറി നോക്കാം. അത്യാവശ്യം അടിപൊളി ഒരു സിമ്പിൾ വീടാണ്. ഞാൻ സോൾക്കിങ് മാത്രമേ ഉള്ളൂ ഇത്ര വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. ബാക്കി എല്ലാവരും സിമ്പിൾ വീടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെന്തായാലും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് കിച്ചൺ, കുഴപ്പമില്ല, നല്ലൊരു കിച്ചണുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കുക. കിച്ചൺ കണ്ടപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഓർത്തത്. നമുക്ക് ഡോർ അടച്ചിട്ട് പോകാൻ കേട്ടോ, അല്ലെങ്കിൽ അവന്മാർ പറയും ഡോർ അടയ്ക്കാതെ പോയെന്നൊക്കെ എന്നെ ജയിലിൽ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഹോളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലൗണിൻ്റെ ബെഡ്റൂമുണ്ട് ഗൈസ്. എന്തിന് 3 ബെഡ്? ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ ഡോർ അടച്ചിട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ജുഗിൽ പിന്നെ എന്തോ ഒരു സാധനം, ജുഗിൽ പിന്നെ എന്തായിരുന്നു എൻ്റെ വരുന്നത് കസ്റ്റം വില്ലേജൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ സെർവറിൽ പുതിയൊരു ഫയർ സ്റ്റേഷനാണ് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം നോട്ട് ക്രാഫ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ബിൽഡ് ചെയ്യാൻ എനിക്ക് സമയമില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ വേറെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ സ്റ്റേഷൻ. ഇത് അതിൻ്റെ പേരെന്തായാലും ഫയർ മാവിൻ്റെ ഫയർ ട്രക്കൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ടാർസണെ കണക്ക് വലിഞ്ഞേറിയിട്ട് പാർക്കോറൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് വരുമ്പോൾ, നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് ഫയർ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോകാൻ തുറക്കാത്തത്. സെർവർ എന്തോ ലാഗുണ്ട്. സെർവർ ലാഗാണോ, എൻ്റെ ഫോൺ ലാഗാണോ, നെറ്റ് ലാഗാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തോ ലാഗുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, മണ്ടയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്നു. ഇത് മറ്റേ സാധനം, മറ്റേ തൂങ്ങിപ്പോകുന്ന സാധനം, പെപ്പപ്പിക്കിലുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഫസ്റ്റ് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ, പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കോൾ വന്ന് റബ്ബറും കാട്ടിൽ തീ പിടിച്ചു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഈ സാധനത്തിൽ വലിഞ്ഞിടിച്ച് കയറിയിട്ട് താഴോട്ട് പോയിട്ട് ഈ ഒരു ഡോറ് തുറന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫയർ ട്രക്കിൽ ടാർസണ
ഇവിടെ നിന്നൊന്നും ഇല്ലാത്ത ഫയർ ട്രക്കിൽ ടാർസനെ കണക്ക് വലിഞ്ഞു പിടിച്ച് കയറി നേരെ അവരെ ഫയർ രക്ഷിക്കാൻ പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമ്മൾ ഇതുവഴി ഇതെന്തുവഴി ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഈ ഫയർ സ്റ്റേഷനിൽ എന്താണെന്നറിയില്ല ഒടുക്കത്തെ പച്ചപ്പ് ഗൈസ്. ഫുള്ള് ഇല വെച്ചിട്ടാണ് സൈഡൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് കാടാക്കി നോട്ട് ക്രാഫ്റ്റ് ഡോക്കൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ എപ്പോൾ ഞാൻ ഇന്നാണ് പോയത് വെള്ളിയാഴ്ച പോയപ്പോൾ ഇപ്പോൾ ഒരു 4 ദിവസമായില്ലേ. അപ്പോൾ 4 ദിവസം കൊണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ സെറ്റായ ദൈവമേ, അതെന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലത്തോട്ട് ജസ്റ്റ് ഒന്നും കൂടെ പോയിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. സെർവറിലെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോ ഇതിനേക്കാളും ലെങ്തി ആയിരിക്കും ഇതൊന്നും കാണിച്ചു തന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫൗണ്ടേഷൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വാർപ്പിന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോൾ പിന്നെ ഇവിടെ വേറൊരു സാധനം നമ്മുടെ ക്ലൗൺ ഗെയിമിങ്. എപ്പോഴും ക്ലൗൺ ഗെയിമിങ് ക്ലൗൺ പ്ലേസ് പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ചെറിയൊരില്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ക്ലൗൺ ഉണ്ടാക്കിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം. ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് നോട്ട് ക്രാഫ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ക്ലൗണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്, പോയി നോക്കാൻ. അപ്പോൾ ഇത് ഫുട്ബോൾ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മാച്ചാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ക്ലൗണ് ഭയങ്കര ഫുട്ബോൾ ആരാധകനാണ്. അവൻ മലപ്പുറത്താണോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര ഫുട്ബോൾ ആരാധകനാണ്. ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ എൻ്റെ പൊസിഷൻ എപ്പോഴും ഒന്നീ ഗോൾ കീപ്പർ അല്ലെങ്കിൽ റൈറ്റ് വിങ് ആയിരിക്കും. പെനാൽറ്റി ബോക്സൊക്കെ അവിടെ ഇരിക്കുന്നു അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കോർണറിൽ എന്തിനും ഗ്ലാസ്സൊക്കെ വെച്ചേക്കണം. കൊടിയായിരിക്കും ഉദ്ദേശിച്ചത്. നൈസ് കൊടിക്ക് വരും ഗ്ലാസ്. നൈസ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഫുട്ബോൾ മാച്ച് ഒന്ന് സെറ്റ് ആക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോണിലോട്ട് പോകാം. സ്പോണിൽ ഇഷ്ടം പോലെ അപ്ഡേറ്റ്സ് ഉണ്ട്. സ്പോണിൽ ഏകദേശം 2 or 3 ബിൽഡ് പുതിയത് വന്നു. അപ്പോൾ നമ്മൾ സ്പോണിലോട്ട് ഇതെന്താണ് മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ടാക്കിയ ഓക്കെ നൈസ്. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് സെർവറിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇനി കയറാൻ പറ്റില്ല. ബിക്കോസ് സെർവറിൽ സ്ലോട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നോട്ട് ക്രാഫ്റ്റാണ് സെർവർ കൊള്ളാം ഇതിൻ്റെ ഇടയിൽപ്പെട്ട് എന്തായാലും ഞാൻ ബാക്കി പറയാം. നോട്ട് ക്രാഫ്റ്റാണ് സെർവറിൻ്റെ ഓണർ. അപ്പോൾ അവൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ 6 പേരായി. അവൻ പറഞ്ഞു ഇനി ആൾക്കാരെ എടുക്കുന്നില്ല, സെറ്റ് ഇനി ക്ലൗണും കൂടെ ആയപ്പോൾ 6 പേരായി, ഇനി നമ്മൾ ആൾക്കാരെ എടുക്കുന്നില്ല. മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇനി നിങ്ങൾ വെറുതെ കമൻറ്റിൽ ഇടണ്ട എന്നെ കയറ്റും എന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്ഡൊണാൾഡ്സ് മെക്ഡി. ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഗിലാണോ ഉണ്ടാക്കിയത്? സ്റ്റൈൽ കണ്ടിട്ട് ജുഗിലാണോ മാസ്റ്ററാണോ ഉണ്ടാക്കിയത്? ജുഗിലാണെന്ന് തോന്നി. നോട്ട് ക്രാഫ്റ്റ് പറഞ്ഞു ജുഗിലാണെന്ന് തോന്നുന്നു. ഇത് ജുഗിൽ തന്നെ. അതാണ് മണ്ട. കൊള്ളാം. ഇതാരാണ് ഉണ്ടാക്കിയെങ്കിലും അവിടെ ഒരു ഗ്ലാസ് വെക്കായിരുന്നു. മറിഞ്ഞടിച്ച് വീണിപ്പോൾ ഞാൻ. അപ്പോൾ ഡോറും വെക്കായിരുന്നു. യോമാരെന്താടെ ഫുൾഫിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു അപ്പോൾ ചുമയുള്ള ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട് ഫുള്ള് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വഴിയൊക്കെ ഇവിടെ പോയി. ഇവിടുത്തെ വഴി പണിതില്ലല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺ ബിൽഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കിയത് നോട്ട് ക്രാഫ്റ്റ് ആണോ സോൾ കിങ് ആണോ മാസ്റ്റർ ആണോ എന്ന് എനിക്കറിയില്ല. മാസ്റ്റർ ആവാൻ ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ സോൾ കിങ് അല്ലെങ്കിൽ നോട്ട് ക്രാഫ്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്കൊരു പ്രഷർ പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൗണ്ടൈൻ മിക്കവാറും സോൾ കിങ് ആയിരിക്കും ഉണ്ടാക്കിയത് എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഹേബിളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സംഭവം നോട്ട് ക്രാഫ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞു. നോട്ട് ക്രാഫ്റ്റ് നമ്മുടെ സെർവർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥലം അമ്യൂസ്മെൻറ്റ് പാർക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കവാട. ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് നോട്ട് ക്രാഫ്റ്റാണ്. ഞാൻ ഒന്നും ചെയ്യാൻ പോകില്ല. ഇതാണ് നമ്മുടെ സ്ഥലം. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബ്ലാക്ക് സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബ്സിഡിയനാണ്. ക്രിസ്റ്റൽ വെച്ച് പൊട്ടിച്ചതാണ് ഈ ഒരു സ്ഥലം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഈസി ആയിട്ട് സ്ഥലം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽ വെച്ച് പൊട്ടിച്ചാണ്. ഇവിടെ ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടായത് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ സെർവറിൽ നമ്മൾ 2-3 ദിവസം കളിച്ചില്ലെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും മണ്ടയ്ക്ക് കൂടെ കയറി തിരിച്ച് പോവുക. അയ്യോ എൻ്റെ വായൊക്കെ വേദന എടുക്കുന്നു. ഇനി നമുക്ക് സെർവറിൽ വേറെ സംഭവം കൂടെ ഉണ്ട്. മെക്ഡി ഇവിടെ ഇരിക്കുന്നു. സെർവറിൽ വേറെ സംഭവങ്ങളുണ്ട്. ജുഗില്
ഇത് നമ്മൾ ബാങ്ക് പോലെ ഇരിക്കുന്നു. ജുഗിലി ഒരു എന്താണ് കസ്റ്റം വില്ലേജ് ഉണ്ടാക്കാൻ പോകുന്നു. ജുഗിലൊരു കസ്റ്റം വില്ലേജ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ പെട്ടെന്ന് എൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ ഏകദേശം 10 മിനിറ്റ് കണ്ടായി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി ജുഗിലിൻ്റെ കസ്റ്റം വില്ലേജിലോട്ട് നേരെ ഇവിടെ പാലമൊക്കെ ഉണ്ടാക്കിയ ദൈവം. ഇതാണ് സർവറിൽ കളിക്കാൻ ഗ്യാപ്പ് എടുക്കലെന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ജുഗിലിൻ്റെ കസ്റ്റം വില്ലേജിലോട്ട് പോകാം ഗെയ്സ്. അപ്പോൾ ജുഗിലിൻ്റെ കസ്റ്റം വില്ലേജ് ഇവിടെ അടുത്താണെന്നാണ് ക്ലൗൺ പറഞ്ഞത്. ക്ലൗണും ജുഗിലും കഴിഞ്ഞ ദിവസം കസ്റ്റം വില്ലേജിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്ന് ഇതെന്താണ് സാധനം? ഇത് കസ്റ്റം വില്ലേജിൻ്റെ വല്ല സാധനമാണ്. ജൂലി കസ്റ്റം വില്ലേജിൻ്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തെന്നും പറയുന്നു. ചിലവർ പറയുന്നു അത് പ്രാങ്കായിരുന്നു, ഏപ്രിൽ ഫുള്ളായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഫെൻസൊക്കെ അവർ കെട്ടി വെച്ചു, തേനീച്ചേനെയൊക്കെ വളർത്തുന്നു. ഇവിടെ ഒരു വില്ലേജ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളായിരുന്നൊരു വില്ലേജ് ഇടിച്ച് പൊളിച്ചിട്ട് പുതിയൊരു വില്ലേജ് പണിയാനാണ് ജുഗിലും ക്ലൗണും കൂടെ പ്ലാൻ ചെയ്യുന്നത്. ക്ലൗണില്ല, ക്ലൗൺ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വില്ലേജർമാരൊക്കെ ഇവിടെ സെറ്റാക്കി ഇരിപ്പുണ്ട്. വില്ലേജർമാർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അവന്മാരുടെ വീട് ഇടിച്ച് പൊളിച്ചിട്ട് കസ്റ്റം വില്ലേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവന്മാർ ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും ജുഗിലും ക്ലൗണും ചെയ്തത് വളരെ മോശമായിപ്പോയി. ക്ലൗൺ സത്യം പറഞ്ഞാൽ പെട്ടുപോയതാണ്. ക്ലൗൺ സർവർ കയറിയപ്പോൾ തന്നെ ജുഗിൽ ചോദിച്ചു ക്ലൗണെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അവ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ ഒരു കുതിരേനെ സെറ്റാക്കണമെന്ന് തോന്നുന്നു. കുതിരേനെ സെറ്റാക്കണം ഗൈസ്. പിന്നെ ജുഗിലൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കിയെന്നൊക്കെ റൂമർ കേട്ടു ഗൈസ്. ജുഗിൽ അവൻ വീട് പൊട്ടിയോണ്ട് അതിപ്പോൾ സീക്രട്ട് ബേസ് ഉണ്ടാക്കി സീക്രട്ട് ബേസിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടെ ഒരു കുളം. അപ്പോൾ അങ്ങനെയൊക്കെ റൂമർ ഞാൻ കേട്ടു. വെയിറ്റ് എ മിനിറ്റ്, ഇതാണോ സീക്രട്ട് ബേസ്? അല്ലല്ല, ഒരു മിനിറ്റ് ശ്വാസം എടുക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വെയിറ്റ് എ മിനിറ്റ്. ഇത് വാട്ടർ കേവ്. മണ്ണത്തരംസ് ഫോർ എ റീസൺ. സോ ഗൈസ്, ജുഗില് സീക്രട്ട് ബേസ് ഉണ്ടാക്കിയെന്നൊക്കെ തള്ളാണെന്ന് തോന്നി. അത് വാട്ടർ കേവ് ആയിരുന്നു. ഇത് നാച്ചുറലായിട്ട് ജനറേറ്റ് ആയതാണ്, അത് ആരെങ്കിലും കുഴിച്ച് വെച്ചതാണ്? എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് ജനറേറ്റ് ആയതാണെന്ന്. അതോ ഇനി ആരെങ്കിലും കുഴിച്ച് വെച്ചതാണോ അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് ദൈവമേ, ഇതെന്താണ് സാധനം? എന്താ റെഡ് സ്റ്റോൺ? മഞ്ഞക്കട്ട. ജുഗില് മഞ്ഞക്കട്ട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ജുഗിലിൻ്റെയാണ്. അപ്പോൾ ജുഗിലിൻ്റെ സീക്രട്ട് ബേസ് ഇവിടെയാണ്. വെയിറ്റ് എ മിനിറ്റ്, നമുക്ക് ഈ ലെവറൊന്ന് അടിച്ച് നോക്കാം. TNT ഒന്ന് പൊട്ടായിരുന്നു ആദ്യമായിരുന്നു. അവിടെ തുറന്നാ സ്റ്റിക്കി പിസ്റ്റൻ, റെഡ് സ്റ്റോൺ ദൈവം. സ്റ്റിക്കി പിസ്റ്റൻ അല്ലേ? ഒന്ന് പൊട്ടിച്ച് നോക്ക്. സ്റ്റിക്കി പിസ്റ്റൻ. അപ്പോൾ റെഡ് സ്റ്റോൺ കില്ലാടി ജുഗിലിൻ്റെ ഒരു കില്ലാടി സീക്രട്ട് ബേസാണ്. മീനൊക്കെ ഉണ്ട്. അതെന്താണ് സാധനം? എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതെന്നല്ലോ മാപ്പ് റൂമാ? വെയിറ്റ് എ മിനിറ്റ്, ഇതെൻ്റെ പോലീസ് സ്റ്റേഷൻ അല്ലേ? എവൻ്റെ പോലീസ് സ്റ്റേഷൻ സ്നോട്ട് ക്രാഫ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജുഗില് പോലീസ് സ്റ്റേഷന് ജുഗിലിനെ പോലീസ് സ്റ്റേഷനിൽ ഒരു കോപ്പാക്കിയില്ലെങ്കിൽ ജുഗില്, കോപ്പ് മീൻസ് ബാഡ് വേർഡ് അല്ല, അതല്ല ഗീസ്. കോപ്പ് മീൻസ് പോലീസ് എന്നാണ് കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. അപ്പോൾ കോപ്പാക്കി അത് പോലീസ് ആക്കിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പൊട്ടിച്ചളയെന്നൊക്കെ ജുഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെനിക്കും ഗൈസ് പിന്നെ നമ്മളോടാ കളി. എൻ്റെ നേരത്തെ ഒരു ശൽക്കർ TNT ഇല്ലായിരുന്നു. നമുക്കിത് ഫുള്ള് വെച്ചാൽ കൂട്ടിയാൽ ഗൈസ്, അത്രേ ഉള്ളൂ. കഴിച്ചപ്പോൾ നമുക്ക് ഈ ഫുള്ള് ശൽക്കറിലെ ഫുള്ള് TNT വെച്ചേക്കാം. അപ്പോൾ നമുക്ക് സെറ്റാക്കാം ഗൈസ്. ജുഗിലിൻ്റെ സീക്രട്ട് ബേസിന് വേണ്ട, ജുഗിലിനി എവിടെയെങ്കിലും കിടന്നുറങ്ങട്ടെ. എനിക്ക് കിടന്നുറങ്ങാൻ നോട്ടിൻ്റെ ബേസ് ഉണ്ട്. നോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജുഗിൽ ഒഴിച്ച് ബാക്കി ആരുടെ വീട് പൊട്ടിയാലും അവർക്ക് നോട്ടിൻ്റെ വീട്ടിൽ താമസിക്കാമെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ജുഗിലിനത് പറ്റില്ല ഗൈസ്, ബിക്കോസ് ജുഗിൽ അത്രയ്ക്ക് മോശം കാര്യമാണ് ചെയ്തത്. പിന്നെ എൻ്റെ പോലീസ് സ്റ്റേഷൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീക്രട്ട് ബേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കൂലായിരുന്നു. പക്ഷേ ഈ ഒരു മാപ്പിൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞതും ഈ ഒരു മാപ്പിൻ്റെ കാര്യം കൊണ്ട് നിയമം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് പൊട്ടിക്കുന്നത്. പിന്നെ ഒരാവശ്യമില്ലാതെ ഞാൻ വെറുതെ പീസ്ഫുള്ളായിട്ട് പോയി നിന്ന സമയത്ത് അവ എന്നെ ഇങ്ങോട്ട് റോൾ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊട്ടിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്കിത്
ഫുള്ള് പൊട്ടിച്ചേക്കാം. ഫുള്ള് അങ്ങ് പൊട്ടിച്ചേക്കാം. അയ്യ ഫുള്ള് നമ്മൾ TNT അപ്പം തന്നെ വെച്ച് പൊട്ടിക്കണം. ജുഗിലിനെ ട്രാപ്പ് ചെയ്താലേ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യാം. ജുഗിലിനെ ട്രാപ്പ് ചെയ്യാൻ നമുക്ക് എന്തായാലും നമുക്കിനി ഫുള്ള് നിറച്ചിട്ടാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ള് നിറയ്ക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ഫില്ല് ചെയ്തോ. സെറ്റ് അത്രയേ ഉള്ളൂ. നമ്മളെ പണിഞ്ഞ നമ്മളെ ആര് പറഞ്ഞാലും നമ്മളിനി ആരെങ്കിലും ട്രോൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ട്രോൾ ചെയ്യില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്കിനെയൊന്നും വേണ്ട. ജുഗിലിന് ഫിഷിനെ ഇഷ്ടമായിരുന്നു. ജുഗിൽ നോർമലി ഫിഷിന് ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിത് ഫുള്ള് TNT വെച്ചൊന്ന് നിറച്ചേക്കാം. സർവർ ലാഗാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നെറ്റ് ലാഗാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നെറ്റ് ലാഗായിട്ട് മോഡത്തിൻ്റെ അതായത് വൈഫൈ മോഡത്തിൻ്റെ മൂട്ടി കയറി ഇരുന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സീരിയസ്ലി. അപ്പോൾ നമുക്കിതിൻ്റെ മേളിലോട്ട് ഫുള്ള് TNT ഞാൻ ലാവ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ലാവ വേണ്ട, ഫുള്ള് TNT. കാരണം ലാവ വെച്ച് കഴിഞ്ഞാൽ അവൻ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഈ സീക്രട്ട് ബേസിൽ താമസിക്കും. അങ്ങനത്തെ ഒരുത്തനാണ് അവൻ. അപ്പോൾ നമുക്ക് TNT വെച്ച് പൊട്ടിക്കാം. അതാകുമ്പോൾ പിന്നെ ഇത് ഫിക്സ് ചെയ്യില്ലല്ലോ. അവൻ വേറെ സീക്രട്ട് ബേസ് ഉണ്ടാക്കും. അത് നമുക്ക് പൊട്ടിക്കാം. അത് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ സീക്രട്ട് ബേസ് ഉണ്ടാക്കും. അത് നമുക്ക് പൊട്ടിക്കാം. അത്രേ ഉള്ളൂ. നമ്മളോട് കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിന് ഈ സർവറിൽ എല്ലാവരും അറിയണം. അപ്പോൾ നമുക്കിത് ഫുള്ള് പൊട്ടിച്ചിട്ട് വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, നമുക്കിതേ റെഡ് സ്റ്റോൺ വെച്ചതൊന്ന് പവർ ചെയ്താൽ ദാറ്റ്സ് ഗോണ ബി എ ഗുഡ് ഐഡിയ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സാധനം പൊട്ടിച്ചിട്ടേ ആ റെഡ് സ്റ്റോൺ ആ ലെവർ അടിക്കുമ്പോൾ ഇത് പിസ്റ്റണും ബാക്കിലോട്ട് വലിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റണും ബാക്കിലോട്ട് വലിക്കും. അതുപോലെ തന്നെ TNT പൊട്ടും. അങ്ങനത്തെ രീതി സെറ്റ് ചെയ്താലോ? ദാറ്റ്സ് ഗോണ ബി ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അപ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് ഡസ്റ്റ്, പിന്നെ ഇവിടെ ഡസ്റ്റ് തീർന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു TNT വെക്കാം. അപ്പോൾ കണക്റ്റ് ആവില്ലേ TNTക്ക്? കണക്റ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡസ്റ്റ് പൊടിച്ചിട്ട് ഇവിടെ ഒരു TNT വെക്കാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയി. ഇപ്പോൾ സെറ്റ് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ലെവർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വർക്കായി ഈ ഒരു സാധനം ഫുള്ള് പൊട്ടിത്തെറിക്കും. അപ്പോൾ ജുഗിലി സർവറിൽ വരുമ്പോൾ ലെവർ അടിക്കണോ? വേണ്ട, ജുഗിലി വല്ലപ്പോഴും സർവറിൽ കയറാറുള്ളൂ. മീൻസ് വല്ലപ്പോഴും ബീച്ചിൽ വരാനുള്ളതെന്ന് തോന്നുന്നു. കാരണം ജുഗിലിപ്പോൾ ഫുള്ള് മെക്ഡൊണാൾഡ്സിലാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ലിവർ അടിച്ചേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേർട്ടെല്ലാം മാറ്റിയേക്കാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ഈ ഒരു സംഭവം പൊട്ടിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി സർവറിൽ എന്തൊക്കെ ട്രോൾസ് വേണം നിങ്ങൾ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്തേക്കാം. ഇനി എനിക്ക് ട്രോൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പണി കൊടുക്കുമെന്നല്ലാതെ വേറെ ട്രോൾ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഡേർട്ട് വെച്ചിട്ട് ഇവിടെയും ഡേർട്ട് വെച്ചിട്ട് സെറ്റാക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഷൾക്കർ ബോക്സ് പൊട്ടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡേർട്ട് എടുക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സംഭവം പൊട്ടിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ലായിരുന്നു. പിന്നെ എൻ്റെ പോലീസ് സ്റ്റേഷൻ അവിടെ മാർക്ക് ചെയ്ത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷൻ പൊട്ടിക്കുമെന്ന് അവൻ പറഞ്ഞതും പിന്നെ ആദ്യമായിട്ട് എന്നെ ട്രോൾ ചെയ്തതും കാരണമാണ് ഞാൻ ഇത് പൊട്ടിക്കുന്നത്. വേറെ ഒന്നും തോന്നില്ല, മാമനോടൊന്നും തോന്നല്ലേ. ജൂലിയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ സീക്രട്ട് ബേസസ് ഉണ്ടാക്കുക. നമുക്ക് പൊട്ടിക്കാനുള്ളതാണ്. എല്ലാം ഞാൻ പൊട്ടിക്കുന്നില്ല, നമുക്ക് 2-3 നോർക്രാഫ്റ്റിനും കൊടുക്കാം പൊട്ടിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം പൊട്ടിച്ചേക്കാം. ഓക്കെ, നമ്മുടെ ഷൾക്കർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവർ അടിക്കാം അഗെയിൻ. ഓക്കെ, ഓടിക്കോ രാമ, എനിക്ക് ദേശത്ത് വഴിയറിഞ്ഞൂടെ. ഓക്കെ, ഇപ്പോൾ സർവർ മിക്കവാറും ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് കത്തും. നോക്കിക്കോ, സർവർ കത്തും. അയ്യോ, നമ്മൾ ആദ്യം വിചാരിച്ചത് അല്ല, അത് ഞാൻ പിന്നെ പറയാം. അതിപ്പോൾ പറയുന്നില്ല, സർപ്രൈസ്. ഇവിടെ എന്തോ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇവിടെ പോയി. ചെറുതായിപ്പോയി. ചെറുതായിപ്പോയി. ഇത്രയും പോരാ, ഇത് പോരാ, കുറച്ചും കൂടെ വേണം. അല്ലേ വേണ്ട, കുറച്ച് ഫുള്ള് TNT വെക്കാളായിരുന്നു. ഞാൻ ഫുള്ള് വെച്ചില്ല. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫിഷ് ടാങ്ക് കുറച്ച് വേണം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ജുഗിൽ അത്രയും ട്രോൾ ചെയ്തില്ലേ, നമുക്ക് ഈ 2 സംഭവം കൂടെ ചെയ്തിട്ട് നമ്മളിനി പോലീസ് സ്റ്റേഷൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ജുഗിലിയുടെ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ പോലീസ് സ്റ്റേഷൻ ഈ സെർവറിലില്ലെങ്കിൽ ജുഗിലും ഈ ഒരു സെർവറിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു കില്ല വീഡിയോ ഇട്ടാണ്. അപ്പോൾ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. അപ്പോൾ MSN ട്രോൾ സീരീസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കില്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും തന്നെ ബൈ.